ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞണ്ട് കറി ഉണ്ടാക്കിയാലോ? ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടെന്നല്ലേ? അപ്പോൾ ഞാൻ ആദ്യം തന്നെ അടുപ്പത്ത് ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ 3 സവോള നീളത്തിലരിഞ്ഞതിട്ടു. അതിൻ്റെ കൂടെ ഒരു പിടി കുഞ്ഞുള്ളി, ചെറിയുള്ളി, അത് കുനുകുനാന്നരിഞ്ഞ് അതിൻ്റെ കൂടെ ഇട്ടു. അതിനുശേഷം അത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തു. ആ സമയത്ത് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മുന്നേ ഇട്ട സവോളയും കുഞ്ഞുള്ളിയും ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് എല്ലാം കൂടി ഇട്ട് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റി അതിനുശേഷം അതിന് വേണ്ട ഉപ്പ് ഞാനൊന്ന് ചേർത്തു. അതൊന്ന് ഒരു സെറ്റായി കഴിയുമ്പോൾ, മുഴുവൻ വഴണ്ടിട്ടില്ല, ഒരു ഹാഫായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കറിവേപ്പില അതിനോട്ടിട്ടു. കറിവേപ്പില ഇട്ടതിന് ശേഷം തക്കാളി, ഞാനിവിടെ ചെറിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതുകൂടെ ചേർത്ത് നന്നായി വഴണ്ട് അതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഞാനതിനകത്ത് ആവശ്യത്തിന് മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് അതും ഇട്ടു. ഗരം മസാല നമ്മുടെ പെരിഞ്ജീരകം, ഗ്രാമ്പൂ, കറുവപ്പട്ട അതെല്ലാം കൂടെ ചതച്ച് അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അതെല്ലാം കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ കഴുകി വെച്ചേക്കുന്ന ഞണ്ട്, ഞാനിവിടെ 500 ഗ്രാം ഞണ്ടാണ് എടുത്തിരിക്കുന്നത്, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പൊത്തി വെച്ചു. അതിനുശേഷം ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞു. 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ 2-ാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം വേവാൻ വെച്ചു. ഒരു 10-15 മിനിറ്റ് 2-ാം പാലിൽ ഞാൻ വേവാൻ വെച്ചു. അത് കഴിഞ്ഞ് 15 മിനിറ്റ് കൂടുതൽ എടുത്തു, ഒരു ഏകദേശം 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഉപ്പ് നോക്കി. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഞാൻ അതിലേക്ക് കാണിക്കാൻ വിട്ടുപോയേക്കുന്നതാണ്. ഉപ്പിൻ്റെ കുറച്ച് ഇടേണ്ടതായിരുന്നു. ഞാൻ ഉപ്പ് ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് ഏകദേശം വെന്ത് പാകമായി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മളുടെ 1-ാം പാല്, തിക്കായിട്ടുള്ള പാല് ഈ കറിയിലേക്ക് ഒഴിച്ചു. അതിനുശേഷം വീണ്ടും കുറച്ച് കറിവേപ്പില കീറിയിട്ട് അതിലേക്കിട്ടു. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഞണ്ട് കറി റെഡി. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് എന്തായാലും ഞണ്ട് കറിയല്ലേ സ്പെഷ്യലായിട്ട്, നല്ലൊരു വാഴയില എടുത്ത് അതിൽ നമ്മുടെ ചൂട് കുത്തരിച്ചോറ്, അതൊരു 3 തവി അത്ര എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ നമ്മുടെ ഇന്നുണ്ടാക്കിയ നല്ല ആവി പറക്കുന്ന ചൂട് നല്ല ഞണ്ട് കറി അതെടുത്തു. അതും അതിൻ്റെ ചാറും എല്ലാം കൂടെ ചേർത്തു. പിന്നെ ഇന്ന് ഞണ്ട് കറി മാത്രമല്ല, ഞാൻ നല്ല ചീരത്തോരൻ, ചീര നമ്മുടെ ചുവന്ന ചീര, അത് നല്ലതല്ലേ ഹെൽത്തിന്, ബ്ലഡൊക്കെ ഉണ്ടാവാൻ നല്ലതാട്ടോ. അതും പിന്നെ എനിക്ക് എന്ത് ചോറും കറിയൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും സൈഡ് ഡിഷായിട്ട് കുറച്ച് സാലഡ്, അതായത് തൈര് വേണം. അപ്പോൾ ഞാൻ കുറച്ച് തൈരും അതിൻ്റെ കൂടെ എടുത്തു. ആഹാ, ഇലയിലോട്ട് നോക്കിക്കുക, എന്തൊരു രസമല്ലേ, നല്ല ഞണ്ട് കറിയും ചൂട് പറക്കുക, പിന്നെ ചീരത്തോരനും തൈരും എല്ലാം കൂടെ ഞാൻ ഇലയിലാണ് എടുത്തത്. നമ്മുടെ നാടൻ രീതിയിൽ ഇതൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം നമ്മുടെ കുറച്ച് ഞണ്ട് കറി എടുത്തു, പിന്നെ നമ്മുടെ ചീരത്തോരൻ വെച്ചു, തൈര് വെച്ചു, ആ ഞണ്ടിൽ നിന്ന് കുറച്ച് അതിൻ്റെ മാംസം അങ്ങോട്ട് പിച്ചി, എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് കുഴച്ച് ഒരു വെച്ചു. എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയോ. അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മളെല്ലാ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കണമല്ലോ. അപ്പം ഞങ്ങൾ ലുലു മാളിൽ നിന്ന് വാങ്ങിച്ച സ്വിസ് റോൾ ഉണ്ടായിരുന്നു, അതും ഒരു പീസ് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഊണ് സൂപ്പറായിരുന്നു.